ഒരേ ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് നമ്മൾ കാരം സീഡ്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഓമെന്ന് പറയില്ല, അതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കാരം സീഡ്സ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്, ഒരുപാട് തണുത്തിട്ടില്ല, കുറച്ചൊന്ന് തണുത്തിട്ടേ ഉള്ളൂ. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ചൂടിൽ കുഴച്ചെടുക്കണം എന്നില്ല, ചെറിയൊരു ചൂടോടെ തന്നെ കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ചെറിയൊരു ചൂട്ടിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അധികം ചൂടാറിയിട്ടുണ്ടായിരുന്നില്ല കുഴച്ചെടുക്കുന്ന സമയത്ത്, അതുകൊണ്ട് എൻ്റെ കൈയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ടായിരുന്നു, നല്ല റെഡിഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് പിടിക്കാവുന്ന ചൂടിൽ മാത്രം കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്, നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് നീളത്തിൽ പരത്തിയെടുത്തിട്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കൈവച്ച് തന്നെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ പരത്തിയെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആ വലിപ്പത്തിൽ വട്ടത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ എൻഡ് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അതൊന്ന് വിട്ടുപോരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻഡ് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു ചീനച്ചട്ടിയിൽ എണ്ണ നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കിംഗ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ചിലപ്പോൾ അത് പെട്ടെന്ന് എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണേ. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നല്ലതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. നമ്മളെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്